Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ശിശുദിനത്തിൽ ലോക റെക്കോർഡ് നേടിയ 9 വയസ്സുകാരൻ ശ്രീഹരിയെ പരിചയപ്പെടാം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം കാണാതെ 7 മിനിറ്റ് 22 സെക്കൻഡ് കൊണ്ട് ചൊല്ലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയ ശ്രീഹരി മഞ്ഞപ്ര ആക്കുന്ന മനുവിന്റെയും വിനീജയുടെയും മകനാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ യസ്യ ത്വരദവക്ത്രാദ്യ പാരിഷദ്യ പരശദം വിഘ്നം നിഘ്നം സതതം വിശ്വക്സേനം തമാശ്രയേ വ്യാസം വസിഷ്ഠനക്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുഗതാദം തപോനിധിം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം കാണാതെ ചൊല്ലിയതിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും 9 വയസ്സുകാരനായ KM ശ്രീഹരിക്ക് ലഭിച്ചത്. എനിക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ടാണ് ഈ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് റെക്കോർഡും കിട്ടിയത്. ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടും പിന്നെ ഞങ്ങളുടെ തന്ത്രിയായ ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിനോടും നന്ദി പറയണം. അമ്മയാണ് എനിക്ക് വിഷ്ണു സഹസ്രനാമം പഠിപ്പിച്ചത്. ഏകദേശം 7 വയസ്സായപ്പോഴേ ഞാൻ പഠിച്ചു തുടങ്ങി. പിന്നെ തിരുമേനി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. ഞാനിത് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് നേരെ ഞങ്ങളുടെ ചാനലിൽ ഇട്ടു. അപ്പോൾ തിരുമേനി ഇത് കണ്ട അത് കേട്ടു. പിന്നെ അത് തിരുമേനി പറഞ്ഞു, ഇത് റെക്കോർഡിന് കൊടുക്കാം, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനും വേൾഡ് റെക്കോർഡിനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. തിരുമേനിയുടെ ഒപ്പൊക്കെ വേണമായിരുന്നു. പിന്നെ അതൊക്കെ ഇട്ടു. പിന്നെ കിട്ടി. നല്ല സന്തോഷമായിരുന്നു എനിക്ക് ഇത് കിട്ടിയപ്പോൾ. മഞ്ഞപ്ര ആക്കുന്ന മനുവിന്റെയും വിനിജയുടെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ. തന്റെ 7 വയസ്സ് മുതലാണ് ശ്രീഹരി വിഷ്ണു സഹസ്രനാമ സ്തോത്രം പഠിച്ചു തുടങ്ങിയത്. എൻ്റെ പേര് വിനീജ, ഹസ്ബൻഡിന്റെ പേര് മനു. അപ്പം ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്താളാണ് ഇദ്ദേഹം. ആളുടെ പേര് ശ്രീഹരി. രണ്ടാമത്തെ ആളുടെ പേര് മീനാക്ഷി. ആൾക്ക് 2.5 വയസ്സ്. മോനൊരു 7 വയസ്സൊക്കെ ആയപ്പോൾ നമുക്ക് തോന്നി വിഷ്ണു സഹസ്രനാമം പഠിക്കാം. കാരണം എനിക്കും അതിനെക്കുറിച്ച് അധികം അറിയില്ല. അപ്പം എനിക്കും പഠിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഫാസ്റ്റായിട്ട് മോൻ പഠിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ അതിലെ ഓരോ ശ്ലോകങ്ങളും ചിലതൊക്കെ കാണാതെ ആൾ വളരെ നന്നായിട്ട് ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മുടെ ആക്കുന്ന അമ്പലത്തിലെ തന്ത്രി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം അത് കണ്ടപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, ഇതൊരു റെക്കോർഡിനുള്ള സാധ്യതയുണ്ട്, എല്ലാ പിള്ളേർക്കും ഇത് സാധിക്കുന്നതല്ല, അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു റെക്കോർഡിന് കൊടുക്കണം എന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനും വേൾഡ് റെക്കോർഡിനും അപ്ലൈ ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൺഫർമേഷൻ ലെറ്റർ വന്നു, ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷമായി. വെറും 7 മിനിറ്റ് 22 സെക്കൻഡ് കൊണ്ടാണ് സ്തോത്രം ചൊല്ലിയത്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ. MVSM എന്ന തന്റെ യൂട്യൂബ് ചാനലിലും സ്തോത്രം ചൊല്ലി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട ആക്കുന്ന് ക്ഷേത്രത്തിലെ തന്ത്രി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ശ്രീഹരിയുടെ മാതാപിതാക്കളോട് എത്രയും വേഗം റെക്കോർഡുകൾക്കയക്കാൻ നിർദ്ദേശിച്ചത്. തുടർന്നാണ് ഇവർ വീഡിയോ റെക്കോർഡുകൾക്കായി അയച്ചത്. പിന്നീട് റെക്കോർഡ്സിന്റെ അധികൃതർ വിവരം അറിയിച്ചപ്പോൾ തന്നെ വളരെയേറെ സന്തോഷമാണ് ഉണ്ടായിരുന്നതെന്നും ശ്രീഹരിയുടെ മാതാപിതാക്കൾ പറയുന്നു. പിന്നെ നമുക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് വേഗം കിട്ടി. ഇന്റർനാഷണലിന്റെ കുറച്ച് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് നമുക്ക് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഒത്തിരി സന്തോഷം. അത് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ അമ്പലത്തിലെ പ്രസിഡന്റ് ഡോക്ടർ രാജശേഖരൻ സാറ്, പിന്നെ നമ്മുടെ വനിതാ സമാജത്തിലെ ഓരോ അംഗങ്ങളും നമ്മുടെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നു, വീഡിയോ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. ഒരുപാട് ആൾക്കാർ കണ്ട് നമ്മളെ വിളിക്കുന്നു, കുഞ്ഞിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ഞങ്ങൾക്കും സന്തോഷമായി. പിന്നെ സ്കൂളിലാണെങ്കിലും ഇപ്പോൾ ഈ ചിൽഡ്രൻസ് ഡേയുടെ ഒരു 2 ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഡോക്ടർ ദീപ ചന്ദ്ര മാമിൻ്റെ ഒപ്പം തന്നെ സീനിയർ പ്രിൻസിപ്പളാണ് ആ മാമിൻ്റെ ഒപ്പം വൈസ് പ്രിൻസിപ്പാളും അങ്ങനെ മോനും പിന്നെ അങ്ങനെ എല്ലാവരും കൂടി വേദി ഷെയർ ചെയ്യുമ്പോൾ മോനും അത് ഒത്തിരി സന്തോഷമായി. റിയാദിൽ ജോലി ചെയ്യുന്ന അച്ഛൻ മനുവും ശ്രീഹരിയുടെ നേട്ടങ്ങളിൽ ഏറെ സന്തോഷത്തിലാണ്. 2.5 വയസ്സുകാരി മീനാക്ഷി സഹോദരിയാണ്.
ഞാനിപ്പോ റിയാദിലാണ്. ഞാനിവിടെ ഒരു അവനത് അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളിത് ഓഗസ്റ്റ് മാസത്തിലാണ് തോന്നുന്നു നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്രൂവ് ചെയ്ത് വരാനൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ അമ്പലത്തിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് അതിന് ഇത് തന്നത്, ഒരു മോട്ടിവേഷനൊക്കെ കൊടുത്തത് ആൾക്ക്. അപ്പൊ പുള്ളിയാണ് അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്യിപ്പിച്ചത്. അപ്പൊ അത് കാരണം കൂടിയാണ് കിട്ടിയത്. സംസ്കൃതം പഠിച്ചിട്ടില്ലാത്ത ശ്രീഹരിക്ക് റെക്കോർഡ് ലഭിക്കുമോ എന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല എന്നാണ് ശ്രീഹരിയുടെ മാതാവ് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ആള് കുഞ്ഞായിരിക്കുമ്പോൾ കുറെ സ്കൂളിൽ ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പം ഇംഗ്ലീഷ് ഇലക്വേഷൻ, ഇംഗ്ലീഷ് പോയിം ചൊല്ലല്, ലൈറ്റ് മ്യൂസിക്, അങ്ങനെ ഒത്തിരി കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പം അതിലൊക്കെ പ്രൈസും കിട്ടാറുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ആള് ഇപ്പോൾ ഒരു 1 year ആയിട്ട് വയലിൻ പഠിക്കുന്നുണ്ട്. കാലടി ശ്രീശാരദ വിദ്യാലയത്തിൽ പഠിക്കുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരി സ്കൂളിലെ വിവിധ മത്സരങ്ങളിൽ ഒരുപാട് സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്.